അസ്സലാമു അലൈക്കും. ഞാൻ കമറുദ്ദീൻ. ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പല വ്യാപാര സ്ഥാപനങ്ങളും പല ആളുകളും ഇനാഗ്രേഷനൊക്കെ തുടങ്ങും. 1 മാസം 2 മാസം കഴിഞ്ഞാൽ ആ ഷോപ്പുകൾ എല്ലാം അടഞ്ഞു പോകുന്നു. ഒന്നുമില്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് ഹൈവേ സൈഡിൽ നമ്മളൊരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ കാണുന്ന ബോർഡ് ബിൽഡിംഗ് ഫോർ റെൻറ്റിന് അല്ലെങ്കിൽ നടത്താൻ കൊടുക്കുന്നു, ഇങ്ങനത്തെ ബോർഡുകളാണ് നമ്മൾ ശ്രദ്ധയിൽ കാണുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കുന്നു. നമ്മൾ ചിലപ്പോൾ ഒരു മാസത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം കാണാം, ചിലപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആവാം, എന്തെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ ഉദ്ഘാടനം കാണാം. ഒരു 2 മാസം കഴിഞ്ഞാൽ അതിൽ പോകുമ്പോൾ ചിലപ്പോൾ ആ വ്യാപാര സ്ഥാപനങ്ങൾ കാണില്ല. അവിടെ ചിലപ്പോൾ ഫ്ലെക്സ് കണ്ടിട്ടുണ്ടാവും, റൂം വാടകയ്ക്ക് അല്ലെങ്കിൽ ഫോർ റെൻറ്റ് അല്ലെങ്കിൽ നടത്താൻ കൊടുക്കുന്നു, ഇത് കാണും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളെ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഈ ഈവനിങ് കോഫികൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകളൊക്കെ പെട്ടെന്ന് തുറക്കുന്നു, പെട്ടെന്ന് പൂട്ടുന്നു. ഇതിനൊക്കെയുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം എനിക്ക് മനസ്സിലായത് ഞാൻ പറയാമെന്നുള്ളൂ. അതിലൊന്നാമത് നമ്മളെല്ലാവരും ജോലിക്കാരെ വെച്ച് കണ്ടാണ് സ്ഥാപനങ്ങൾ അധികം കൊണ്ടുപോകുന്നത്. ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്ക് ആ റെസ്റ്റോറൻറ്റിലെ വർക്ക് അറിയില്ല. ഇപ്പോൾ എന്തെങ്കിലും മന്തി ഷോപ്പോ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനോ എന്തെങ്കിലും കുറിച്ചേക്കാരം നമ്മൾ ഷോപ്പ് ഇടുന്നത്. ജോലിക്കാരൻ ചിലപ്പോൾ അന്യ നാട്ടിലുള്ള ആളുകളേക്കാരം. ഈ ആളുകൾ അവർ പണിയെടുക്കും, ജോലി എടുക്കും, അവർക്ക് ശമ്പളം കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരാൾ കൂടുതൽ ശമ്പളം കൂട്ടിത്തരാമെന്ന് പറഞ്ഞാൽ അവിടേക്ക് ആ തൊഴിലാളി മാറുന്നു. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നതാണ്, നമുക്ക് അതിനെക്കുറിച്ച് ഒരു നോളജും ഇല്ല. നമ്മൾ എന്താണോ സ്ഥാപനം നടത്തിയ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ മിനിമം ആ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയൊക്കെ ഫുഡ് കൈകാര്യം ചെയ്യാം, ആ ഫുഡ് എങ്ങനെയാണ് വെക്കുന്നത്, അതിൻ്റെ കൂട്ടുകൾ എന്തൊക്കെയാണ്, എത്ര തരം ഫുഡാണ് ഇവിടെ നിർമ്മിക്കുന്നത്, അതിലേക്കുണ്ടാക്കാൻ പറ്റുന്ന സംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്, ഇത് ബേസിക് നോളജെങ്കിൽ നമുക്ക് വേണം. അല്ലാത്ത പക്ഷം എന്താ വെച്ചാൽ നാളെ ഒരു സുപ്രഭാതത്തിൽ ആ നമ്മൾ വിശ്വസിച്ച് കൊണ്ടുപോകുന്ന ആ ജോലിക്കാരൻ നിർത്തി പോയാൽ നമ്മൾ ആ ഷോപ്പ് അടയ്ക്കേണ്ട കോലത്തിലാവും. ചിലപ്പോൾ പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ വിളിച്ച് ഒരു 15 ദിവസം നമ്മൾ ഓടിച്ചു പോകും. അപ്പോൾ ഫുഡിൻ്റെ ക്വാളിറ്റി, ഈ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല നിലയിൽ തുടങ്ങിയ കച്ചവടം നമുക്ക് അത്രയും ഇല്ലാതാവും. അപ്പോൾ പിന്നീട് 1 മാസമെങ്കിലും നമുക്ക് ഓടിപ്പോവാൻ ലെവലാവും കരുതിയിട്ട് നമ്മൾ പിന്നെ ഓട്ടും. അപ്പോഴും നമ്മൾ ആ വർക്ക്, ആ ജോലി നമ്മൾ പഠിക്കാൻ നമ്മൾ തിരിയുന്നില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഞാനൊരു സ്ഥാപനം ഹോട്ടൽ നടത്തുകയാണെങ്കിൽ ആ ഹോട്ടലിൻ്റെ ജോലിക്കാരൻ പോയാൽ എനിക്ക് ആ ഹോട്ടലിൽ എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയുകയാണെങ്കിൽ എനിക്ക് ആ ജോലിക്കാരൻ പോയാൽ ആ സ്ഥാപനം പൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം പിറ്റേ ദിവസം മുതൽ തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ എനിക്ക് ആ ഫുഡും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് ആ സ്ഥാപനം മുന്നോട്ട് പോകാൻ കഴിയും. അത് തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും അവസ്ഥ. നമ്മൾ ഏത് സ്ഥാപനമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം കുറേ ഷോപ്പുകൾ ക്ലോസ് ചെയ്ത് പോകുന്നത്, അതൊക്കെ ചെറുപ്രായക്കാരും ചെറിയ മിഡിൽ ക്ലാസ്, അതായത് ചില 25-20 അതിലുള്ള ആളുകൾ തുടങ്ങുന്നുണ്ട്, അല്ലാത്തതുകൊണ്ട് മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ പ്രവാസികൾ വിദേശത്ത് വന്നുകൊണ്ട് ഒരു സംരംഭം തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. ആ തുടങ്ങുന്ന സംരംഭം കൂടുതൽ നിലനിന്ന് പോകുന്നില്ല. കാരണം നമ്മൾ വിദേശത്ത് അതേമാതിരിക്കല്ല നമ്മളെ നാട്ടിൽ ഉള്ള ബിസിനസ്, രണ്ടും ഡിഫറെൻ്റാണ്. പിന്നെന്താ വെച്ചാൽ നല്ല സർവീസും കൊടുത്ത് നല്ല ഭക്ഷണവും, നമ്മളെന്താ വെച്ചാൽ ജോലിക്കാർ പോയാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസിനുള്ള ഒരാളാണ് ആ ബിസിനസ് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നല്ല നിലയിൽ പോകും, നല്ല പുരോഗതി വരികയും ചെയ്യും. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബിസിനസ്, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, എന്ത് സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും പെട്ടെന്ന് എടുത്ത് ചാടാതെ അതിനെക്കുറിച്ച് പഠിച്ച് കഴിയുന്നു നമ്മൾ തന്നെ ചെയ്യാൻ പറ്റി, നമ്മളെ ഉള്ളിലൂടെ തന്നെ ചെയ്ത് സ്റ്റാഫുകൾക്ക് ഉദ്ബോധനം, ബോധവൽക്കരണമൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു സ്റ്റാഫ് വിട്ടുപോയാലും ആ ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും
ഈ കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങുക. ഓക്കെ, താങ്ക് യു.